കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസിലെ ടീം ലഞ്ച് ആയിരുന്നു കേട്ടോ. കേശവദാസപുരത്തുള്ള പാരഗൺ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പാരഗൺ റെസ്റ്റോറൻറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ നമ്മൾക്ക് സീറ്റിംഗ് സെറ്റ് ചെയ്തിരുന്നത്. നല്ല ചൂടായിട്ടുള്ള ഫ്രഞ്ച് ചിക്കൻ സൂപ്പ് കുടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഫ്രഞ്ച് ചിക്കൻ സൂപ്പ് ഈഡിബിൾ ആയിട്ടുള്ള ഒരു ബ്രെഡ് പോട്ടിലാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രഞ്ചി ചിക്കൻ സാലഡായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡായിരുന്നു കേട്ടോ അത്. പിന്നെ പാരഗണിൽ വന്നിട്ട് എങ്ങനെയാണ് ഒതൻറ്റിക് പാരഗൺ ബിരിയാണി ട്രൈ ചെയ്യാതെ പോകുന്നത്. പാരഗൺ ബിരിയാണി അതിൻ്റെ ഹൈപ്പ് മീറ്റ് ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഒരു നോർമൽ ദം ബിരിയാണിയുടെ ടേസ്റ്റ് മാത്രമായിട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ കൊളീഗ്സ് കുറേ വെറൈറ്റി ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു കേട്ടോ ഈ ഡാൻസിങ് ടീ. ഇത് മിക്സ് ചെയ്യുന്നവരെ മാത്രമേ അതിൻ്റെ വെറൈറ്റി ഉണ്ടായിരുന്നുള്ളൂ. ടേസ്റ്റ് ചെയ്തപ്പോൾ ഒരു നോർമൽ ടീ തന്നെയായിരുന്നു. മെയിൻ കോഴ്സൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ കുറച്ച് ഡെസേർട്ടും കൂടി ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. ഇത് ചോക്ലേറ്റിൻ്റെ ഏതോ ഒരു പുഡിംഗ് ആയിരുന്നു. പിന്നെ ഒരു ഹണി കേക്കും അതുപോലെ തന്നെ ഒരു കുനാഫയും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഇളനീർ പുഡിങ്ങും കഴിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ അവിടുത്തെ ലഞ്ച് അവസാനിപ്പിച്ചത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു അവിടുത്തെ ഇളനീർ പുഡിങ്. പാരഗൺ ദം ബിരിയാണി ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ ഇഷ്ടപ്പെട്ടായിരുന്നു. ആൻഡ് നിങ്ങൾ എപ്പോഴെങ്കിലും പാരഗണിൽ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ ദം ബിരിയാണി ഒഴിച്ച് ബാക്കിയെല്ലാം ട്രൈ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ബൈ ബൈ.